ഞാനൊരു കൊടും വനത്തിലാട്ടോ. ഞാനിവിടെ വീരപ്പനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആള് കണ്ടു കിട്ടിയിട്ടില്ല. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? എങ്കിൽ വിശ്വസിച്ചേ പറ്റൂ. ഇനി നമ്മൾ കാണുന്ന ഒരു കാട്ടിലോട്ട് ഉള്ളിലോട്ട് കയറണം. അവിടെയാണ് പുള്ളി ഉള്ളത്. എനിക്ക് ചുറ്റും കണ്ട സ്ഥലം കണ്ടോ, ഭയങ്കര ഭംഗിയാണ്. പക്ഷേ അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം തീ പിടിച്ച് കിടക്കുക. എന്നോട് പേര് വീരപ്പൻ. അതെ, നിങ്ങൾ കണ്ടതാണ് മാൻകുത്തിമേട്ടിലെ വീരപ്പൻ. ആ വീരപ്പനാണ് ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത്. സെൽവൻ ചേട്ടാ നമസ്കാരം. അതെ, കയ്യിലൊരു വാക്കത്തേക്ക് ഉണ്ടല്ലോ. ഇതൊക്കെ നടപ്പ്. നമ്മള് എന്നും കാട്ടി കയറുമ്പോ ഇത് നമ്മുടെ ജീവൻ മാർഗമാണ്. ആണല്ലേ? ആണ്. നമ്മുടെ ഇതെന്നും എന്റെ കയ്യിലുണ്ടാവുക. വീരപ്പൻ വിളിക്കണോ സെൽവൻ ചേട്ടൻ വിളിക്കണോ? വീരപ്പനെന്ന് വിളിച്ചാൽ അപ്പൊ വീരപ്പന്നല്ലേ? അപ്പൊ പേര് ആൾക്കാർ മറന്നോണ്ടിരിക്കുക. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ വീരപ്പൻ ഒരു കൊള്ളക്കാരനും കള്ളക്കടത്തുകാരനൊക്കെ ആണെന്നാണല്ലോ പൊതുവെ നമ്മൾ അറിയുന്നത്. അപ്പൊ എന്തോ അങ്ങനെ ഒരാളോട് ഒരു ആരാധന വന്ന കൊള്ളക്കാരനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി ഒരു നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ. എന്നെയൊക്കെ പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞുനാളെന്ന് പറയുമ്പോൾ എനിക്ക് വീരപ്പനാന്ന് ആ ഒരു കഥ കേട്ട കാലം തൊട്ട് എനിക്ക് ആൾക്കാർ വലിയ ഇഷ്ടമാണ്. ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ പോയേനല്ലേ? ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും അല്ല. ഞാൻ ഒന്ന് കാണാനെങ്കിലും പോയാലും എങ്ങനെയുണ്ട് കാണുന്നത് നേരിട്ട് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ എനിക്ക് അതൊരു എൻ്റെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എന്താ നിലവിൽ ജോലി? വേനലായി കഴിഞ്ഞാൽ ഞങ്ങൾ അത്യാവശ്യം ഈ കാണുന്ന വനത്തിൽ കൂടെ അത്യാവശ്യം തേനെടുക്കാറുണ്ട്. ഇപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ ഏലക്കാട്ടിലെ പരിപാടി. ഏലക്കാട് എന്ന് പറഞ്ഞാൽ ഞാൻ പണിക്ക് പോകാറില്ല. നമ്മൾ പണ്ട് മരത്തുനിന്ന് ഒരു വീഴ്ച വീണ് കാരണം നടുവിനൊരു വേദനയുണ്ട്. ഈ ഒരു വേനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ജീവിതമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടിലെ ജീവിതമാണ്. തമിഴ്നാട് വനത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് വനത്തിലാണോ? ആ, ഇത് ബൗണ്ടറിയാണ്. ഈ നിരപ്പ് ഇത് ബൗണ്ടറിയാണ്. വന്യമൃഗങ്ങളൊക്കെയോ? വന്യമൃഗങ്ങൾ വന്നാലും ശല്യമില്ല നമുക്ക്. ഇന്ന് വരെ ഞങ്ങൾ അതായത് കുടിക്കാരെ ആരെയും ഈ മേഖലയിൽ ഒരുത്തരെ ഉപദ്രവിച്ചിട്ടില്ല ഇതുവരെ. വരുന്നുണ്ട് ഇഷ്ടംപോലെ ആന. ഈ കഴിഞ്ഞ കൊല്ലം നമ്മുടെ വീട്ടിൽ വരെ വന്നായിരുന്നു, ആ ബോർഡർ വരെ വന്നായിരുന്നു. എന്നിട്ടും ഒരു മനുഷ്യനെ പോലും ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു ശല്യമില്ല. ഞങ്ങൾ ശല്യം ചെയ്യാൻ പോത്തുമില്ല. അതുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അനങ്ങല, ഞങ്ങൾ ഒച്ചയും കേട്ടാൽ മിണ്ടാതെ അവിടെ ഇരിക്കും. അതുങ്ങൾ വന്ന് കയറി ഇറങ്ങി നടന്നങ്ങ് പോകും. അല്ലാണ്ട് ഒരു ശല്യവും ചെയ്തിട്ടില്ല ഇതുവരെ. ഒരു പെരയ്ക്കോ ഞങ്ങളുടെ ഏലത്തിന് പോലും ശല്യം വന്നിട്ടില്ല. ഈ ആക്ച്വലി ഞാൻ ശരിക്കും വീരപ്പനെ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഈ ഫോട്ടോയിലും സിനിമയിലും അല്ലാതൊക്കെ കണ്ട വീരപ്പൻ്റെ ഏകദേശം ഒരു നല്ല സാമ്യം ചേട്ടനുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ചേട്ടന് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. അങ്ങനെയാണ് എല്ലാവരും വീരപ്പ വീരപ്പ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ആണല്ലേ? ഈ സെൽവൻ ചേട്ടനെ നമ്മൾ ഇവിടെ വന്ന് അന്വേഷിച്ച സെൽവൻ എന്ന് പറഞ്ഞ ഒരു പക്ഷേ ആൾക്കാർക്ക് മനസ്സിലായിന്ന് വരില്ല. മാൻകുത്തിമേട്ടിലെ വീരപ്പന്ന് തന്നെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലേ? കാരണം നമ്മൾ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു വീരപ്പനെ തപ്പി വന്നാണെങ്കിൽ പറഞ്ഞുവിടായിരുന്നോ നിങ്ങൾക്ക്? ഞങ്ങൾ കാണിച്ചു തരായിരുന്നല്ലോ. കാരണം ഞങ്ങൾ അങ്ങോട്ട് ഇടുന്ന ഒരു വഴി എത്തിപ്പോയി ഇവിടെ വന്നിട്ട്. ഇവിടുത്തെ കൊച്ചു പിള്ളേരെ മീശ കാണിച്ച് പേടിപ്പിക്കുന്നുണ്ടോ വീരപ്പൻ വരും എന്നൊക്കെ പറഞ്ഞു? എന്നെ അറിയാവുന്ന പിള്ളേരാരും അങ്ങനെ ഇല്ല. പിന്നെ കഴിഞ്ഞ ദിവസം അങ്ങനെ കട വെച്ച് ഒരു കൊച്ചു കണ്ട് പേടിച്ച് തള്ളയുടെ മടി കയറിയിരുന്ന് ഞാൻ വരുന്ന വരെ അനങ്ങിയില്ല അവിടെ. മീശയൊക്കെ ഇപ്പൊ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ പരിപാലിക്കുന്നത് എൻ്റെ അതായത് എന്ന് ഞാനിങ്ങനെ പരിപാലിച്ച് അവനെ നല്ല ക്ലിയറാക്കി ചട പിടിക്കാതെ ചുരുങ്ങളൊന്നും പിടിക്കാതെ കാട്ടിൽ കയറുമ്പോൾ ഇത് ചിലപ്പോൾ ചുരുട് കൂടിയൊക്കെ ഇങ്ങനെ അങ്ങ് ഇരിക്കും. വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഞാൻ അവനെ എണ്ണയിട്ടൊന്ന് റെഡിയാക്കി നല്ലപോലെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ കുടുംബമുണ്ട്. എനിക്ക് മൊത്തം 5 മക്കളാണ്. മൂത്ത 2 കെട്ടിച്ചു കൊടുത്തു. 3 പിള്ളേർ ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്നു. 5 മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, 3 പേരക്കുട്ടികളുണ്ട്. വലിയ ഫാമിലിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.